ഹായ് എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ചില ആറ്റങ്ങൾ ഒരു കുഴപ്പവുമില്ലാതെ സ്റ്റേബിളായിട്ടിരിക്കുന്നത്, പക്ഷെ വേറെ ചിലത് ഒരു കാരണവുമില്ലാതെ അന്ന് പൊട്ടിത്തെറിച്ച് ഇല്ലാതാവുന്നത്? അപ്പോ പ്രപഞ്ചത്തിലെ ഈ ഒരു വലിയ ചോദ്യമില്ലേ, അതിന്റെ പിന്നിലെ ആ രഹസ്യം നമുക്കിന്ന് സിമ്പിളായിട്ടൊന്ന് പൊളിച്ചെടുക്കാം. അതെ, ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്രധാന ചോദ്യം. എന്തുകൊണ്ട് ചില ആറ്റങ്ങൾ തനിയെ വിഘടിച്ചു പോകുന്നു, എന്നാൽ മറ്റു ചിലത് കോടിക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞാലും ഒരു മാറ്റവുമില്ലാതെ അതേപോലെ നിലനിൽക്കുന്നു? ഇതിന്റെ ഉത്തരം നമ്മളെ കൊണ്ടുപോകുന്നത് ഫിസിക്സിലെ തന്നെ ഏറ്റവും മനോഹരമായ ചില നിയമങ്ങളിലേക്കാണ്. ഒരുപക്ഷെ വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും, പക്ഷെ ഈ കാണുന്ന സങ്കീർണമായ പ്രതിഭാസങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുന്നത് ഒരൊറ്റ നിയമമാണ്. വളരെ ലളിതമായ മനോഹരമായ ഒരു നിയമം. അതെന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി, ഈ അണുവിഘടനത്തിന്റെ ലോകം നമുക്ക് മുന്നിൽ തുറന്നു കിട്ടും. ഇതാണ് നമ്മുടെ ഈ കഥയിലെ ഹീറോ, ക്യൂ വാല്യൂ. ഒരു ന്യൂക്ലിയർ ഡീകേ നടക്കുമ്പോൾ പുറത്തുവരുന്ന ആകെ ഊർജ്ജമാണിത്. ഒരു വിഘടനം നടക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ആ ഒരു ശക്തിയില്ലേ, അതാണ് ഈ ക്യൂ വാല്യൂ. ഇതാണ് ആ നിർണായകമായ ഇക്വേഷൻ. ഒരു വിഘടനത്തിനു മുൻപുള്ള മാസും വിഘടനത്തിന് ശേഷം വരുന്ന മൊത്തം മാസും തമ്മിലുള്ള ഒരു ചെറിയ വ്യത്യാസമുണ്ടാവുമല്ലോ. ആ വ്യത്യാസത്തെ പ്രകാശവേഗത്തിന്റെ സ്ക്വയർ കൊണ്ട് ഗുണിക്കുമ്പോഴാണ് നമുക്ക് ക്യൂ വാല്യൂ കിട്ടുന്നത്. ചുരുക്കി പറഞ്ഞാൽ, നഷ്ടപ്പെടുന്ന ആ കുഞ്ഞൻ മാസ് എങ്ങനെയാണ് ഭയങ്കരമായ ഒരു ഊർജ്ജമായിട്ട് മാറുന്നതെന്ന് ഐൻസ്റ്റൈന്റെ ഈ ഫേമസ് ഇക്വേഷൻ നമുക്ക് കൃത്യമായി കാണിച്ചു തരുന്നു. ഇതാണ് ആ ഒരൊറ്റ നിയമം. സംഭവം സിമ്പിളാണ്. ഈ ക്യൂ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ, അതായത് 0ത്തേക്കാൾ കൂടുതലാണെങ്കിൽ, അതിന്റെ അർത്ഥം ആ ന്യൂക്ലിയസിന്റെ കയ്യിൽ കുറച്ച് എക്സ്ട്രാ എനർജി ഉണ്ടെന്നാണ്. അപ്പൊ എന്തു ചെയ്യും? അത് തനിയെ അങ്ങ് വിഘടിക്കും. ഇനി ക്യൂ വാല്യൂ 0 അല്ലെങ്കിൽ നെഗറ്റീവോ ആണെങ്കിലോ ഒരു രക്ഷയുമില്ല. ആ ന്യൂക്ലിയസ് അനങ്ങാതെ അവിടെ തന്നെ ഇരിക്കും. അത് സ്റ്റേബിളാണ്. കണ്ടോ? ഇത്രയുള്ളൂ സംഭവം. ശരി, അപ്പോ ഈ നിയമം എങ്ങനെയാണ് പ്രവൃത്തിയിൽ വരുന്നതെന്ന് നോക്കിയാലോ? നമുക്ക് നമ്മുടെ ആദ്യത്തെ ഉദാഹരണത്തിലേക്ക് പോകാം. ആൽഫ ഡീകേ. ഇതിന് നമുക്ക് ഒരു കൃത്യതയുള്ള പീരങ്കി എന്നങ്ങോട്ട് വിളിക്കാം. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ മനസ്സിലാവും. ആൽഫ ഡീകേയിൽ സംഭവിക്കുന്നത്, ഒരു വലിയ ന്യൂക്ലിയസ് ഒരു ഹീലിയം ന്യൂക്ലിയസിനെ പുറത്തേക്ക് തെറിപ്പിക്കുന്നു. അപ്പോൾ ഇതൊരു 2 ബോഡി പ്രോസസ്സാണ് അല്ലേ? അതായത് ആകെ രണ്ട് കണികകളെ ഇതിലുള്ളൂ. ഒന്ന് പുറത്തേക്ക് പോകുന്ന ആൽഫ പാർട്ടിക്കിൾ, 2 ബാക്കിയാവുന്ന പുതിയ ന്യൂക്ലിയസ്. ഇത് ശരിക്കും ഒരു പീരങ്കിയിൽ നിന്ന് ഉണ്ട പായുന്നത് പോലെയാണ്. അതുകൊണ്ട് തന്നെ ഊർജ്ജം എങ്ങനെ പങ്കുവയ്ക്കപ്പെടുന്നു എന്ന് നമുക്ക് വളരെ കൃത്യമായി പ്രവചിക്കാൻ പറ്റും. ഈ ഊർജ്ജം പങ്കുവയ്ക്കുന്നത് കാണാൻ നല്ല രസമുണ്ട്. ആകെ റിലീസാവുന്ന ക്യൂ വാല്യൂവിന്റെ ഏകദേശം 98% എനർജിയും കൊണ്ടുപോകുന്നത് ആ കുഞ്ഞൻ ആൽഫ പാർട്ടിക്കിളാണ്. ബാക്കിയുള്ള വെറും 2% മാത്രമാണ് ആ വലിയ ന്യൂക്ലിയസിന് കിട്ടുന്നത്. അപ്പോ ഈ കൃത്യമായ ഊർജ്ജ വിഭജനം കാരണം ഒരു കാര്യം ഉറപ്പാണ്: പുറത്തുവരുന്ന എല്ലാ ആൽഫ പാർട്ടിക്കിൾസിനും ഒരേ എനർജിയായിരിക്കും. നമ്മൾ ഇതിന്റെ ഒരു എനർജി ഗ്രാഫ് എടുത്തു നോക്കിയാൽ ഒരൊറ്റ പോയിന്റില് സൂചി പോലെ കൂർത്തൊരു പീക്ക് മാത്രമേ കാണാൻ പറ്റൂ. എല്ലാം വളരെ ചിട്ടയോടെ നടക്കുന്ന ഒരു പ്രോസസ്സ്. ഓക്കെ, ഇനി നമുക്ക് നേരെ അടുത്ത കേസിലേക്ക് പോകാം. ബീറ്റ ഡീകേ. ഇത് ആൽഫ ഡീകേയുടെ നേരെ ഓപ്പോസിറ്റാണ്. ഇതിനെ ഒരു അലങ്കോലപ്പെട്ട വെടിക്കെട്ട് എന്ന് വേണമെങ്കിൽ പറയാം. ബീറ്റ ഡീകേ എന്ന് പറയുന്നത് ഒരു 3 ബോഡി കളിയാണ്. ഇവിടെ ഒരു ന്യൂട്രോൺ ഒരു പ്രോട്ടോണായിട്ടങ്ങ് മാറും. അതിന്റെ കൂടെ ഒരു ഇലക്ട്രോണും പുറത്തേക്ക് വരും. അതാണ് നമ്മുടെ ബീറ്റ പാർട്ടിക്കിൾ. പക്ഷേ കഥ അവിടെ തീരുന്നില്ല. കൂടെ ആരും അറിയാതെ നിഗൂഢനായ മൂന്നാമതൊരാൾ കൂടി വരുന്നുണ്ട്. അതാണ് ന്യൂട്രിനോ. ഈ കക്ഷിയുടെ വരവാണ് എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിക്കുന്നത്. ഇപ്പൊ എന്താ സംഭവിച്ചത്? ആകെ കിട്ടുന്ന ക്യൂ വാല്യൂ എനർജി ഈ 3 പേർക്കിടയിൽ വീതിക്കണം. ഈ വീതം വെപ്പാകട്ടെ ഒരു ചിട്ടയുമില്ലാതെയാണ് നടക്കുന്നത്. ചിലപ്പോ ഇലക്ട്രോണിന് കൂടുതൽ കിട്ടും, ചിലപ്പോ ന്യൂട്രിനോയ്ക്ക് കൂടുതൽ കിട്ടും. അതുകൊണ്ട് തന്നെ പുറത്തുവരുന്ന ബീറ്റ പാർട്ടിക്കിൾസിന് ഒരൊറ്റ എനർജിയല്ല, മറിച്ച് 0 മുതൽ ഒരു മാക്സിമം വാല്യൂ വരെയുള്ള പലതരം എനർജികളുണ്ടാകും. ഒരു കണ്ടിന്യൂസ് റേഞ്ച് ഓഫ് എനർജീസ്. അപ്പോൾ നമുക്കിതൊന്ന് ചുരുക്കി പറയാം. ആൽഫ ഡീകേ ഒരു 2 ബോഡി പ്രോസസ് ആയതുകൊണ്ട് അതിന്റെ എനർജി സ്പെക്ട്രം വളരെ ഷാർപ്പായിരിക്കും, ഒരൊറ്റ ലൈൻ പോലെ. പക്ഷേ ബീറ്റ ഡീകേ ഒരു 3 ബോഡി പ്രോസസ് ആയതുകൊണ്ട് അതിന്റെ സ്പെക്ട്രം ഒരു തുടർച്ചയായ കർവ് പോലെയിരിക്കും. കണ്ടില്ലേ എത്ര പാർട്ടിക്കിൾസ് ഉണ്ടെന്നുള്ളത് എനർജിയുടെ സ്വഭാവത്തെ എങ്ങനെയാണ് മാറ്റിമറിക്കുന്നതെന്ന്? ഇനി നമ്മുടെ മൂന്നാമത്തെ കേസ് സ്റ്റഡി, ഗാമ ഡീകേ. ഇതിനെ ഒരു വിഘടനത്തിന് ശേഷമുള്ള പ്രഭ എന്ന് പറയാം. കാരണം ഇത് മറ്റുള്ളവയെപ്പോലെ ഒരു ന്യൂക്ലിയസിനെ മാറ്റുകയല്ല ചെയ്യുന്നത്.
സാധാരണയായി ഒരു ആൽഫ അല്ലെങ്കിൽ ബീറ്റ ഡികെ കഴിഞ്ഞാൽ പുതുതായി ഉണ്ടാകുന്ന ന്യൂക്ലിയസ് ഒരു എക്സൈറ്റഡ് സ്റ്റേറ്റിലായിരിക്കും, അതായത് കുറച്ചധികം ഊർജ്ജമുള്ളൊരവസ്ഥയിൽ. അവിടെ നിന്ന് സ്റ്റേബിളായ താഴ്ന്ന ഊർജ്ജനിലയിലേക്ക് വരുമ്പോൾ ആ എക്സ്ട്രാ എനർജി ഒരു ഗാമ കിരണമായിട്ട് പുറത്തുവിടും. ഇതൊരുതരം ആശ്വാസ നെടുവീർപ്പ് പോലെയാണ് ശരിക്കും. പക്ഷേ ഗാമാറെ പുറത്തുവിടുന്നതിന് പകരം വേറൊരു ഓപ്ഷൻ കൂടിയുണ്ട്. അതാണ് ഇന്റേണൽ കൺവേർഷൻ. ഇവിടെ ന്യൂക്ലിയസ് അതിന്റെ എക്സ്ട്രാ എനർജി ഒരു ഗാമാ കിരണമായി പുറത്തുവിടുന്നതിന് പകരം സ്വന്തം ഓർബിറ്റിലുള്ള ഒരു ഇലക്ട്രോണിന് നേരിട്ട് കൈമാറും. ആ ഊർജ്ജം കിട്ടുന്ന ഇലക്ട്രോൺ എന്തു ചെയ്യും? അത് ആറ്റത്തിൽ നിന്ന് തെറിച്ചു പുറത്തേക്ക് പോകും. ഇതുവരെ നമ്മൾ സംസാരിച്ചത് ഡികെയുടെ നിയമങ്ങളെക്കുറിച്ചാണ്. ഇനി കാര്യങ്ങൾ കുറച്ചുകൂടി വിചിത്രമാകുന്ന, തലകറങ്ങുന്ന ക്വാണ്ടം മെക്കാനിക്സിന്റെ ലോകത്തേക്ക് നമുക്ക് ചെറുതായിട്ടൊന്ന് എത്തിനോക്കാം. ഒരു ക്വാണ്ടം ട്വിസ്റ്റ്. ഇതാണ് ഫിസിക്സിലെ ഏറ്റവും പ്രശസ്തമായ ഹൈസൻബർഗിന്റെ അനിശ്ചിതത്വ തത്വം. ഇത് പറയുന്നതെന്താണെന്ന് വെച്ചാൽ, വിഘടിക്കുന്ന ഒരു കണികയുടെ എനർജിയും അതിനെ എത്ര ആയുസ്സുണ്ട് എന്നതും ഒരേ സമയം നമുക്ക് 100% കൃത്യതയോടെ അളക്കാൻ പറ്റില്ല എന്നാണ്. ഒന്ന് കൂടുതൽ കൃത്യമാക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റേത് കൂടുതൽ അവ്യക്തമായിക്കൊണ്ടിരിക്കും. ഇതിന്റെ അർത്ഥം ഇത്രയുള്ളൂ: ഒരു കണികയുടെ ആയുസ് എത്രത്തോളം കുറവാണോ, അതായത് അതെത്ര പെട്ടെന്ന് ഇല്ലാതാവുന്നോ, അതിന്റെ എനർജി അത്രത്തോളം ഫസിയായിരിക്കും. അതായത് ഒരു കൃത്യമായ എനർജി വാല്യൂവിന് പകരം അതൊരു റേഞ്ച് ഓഫ് എനർജി ആയിരിക്കും കാണിക്കുക. അപ്പോ നമ്മുടെ ഈ ചർച്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്തയിലേക്കാണ് നമ്മൾ വരുന്നത്. പ്രപഞ്ചത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായ കണികകളുടെ ഊർജ്ജം പോലും ഒരു പരിധിവരെ അവ്യക്തമാണെങ്കിൽ, നമ്മുടെ ഈ യാഥാർത്ഥ്യത്തിൽ നമ്മൾ കാണുന്ന ഈ ലോകത്തിൽ പൂർണ്ണമായും വ്യക്തവും കൃത്യവുമായ മറ്റെന്തൊക്കെ കാര്യങ്ങളുണ്ടാകും? ഈയൊരു ചോദ്യം ഞാൻ നിങ്ങൾക്കായി വിട്ടുതരുന്നു.